മൺഡേ ട്യൂസ്ഡേ ഒക്കെ നമുക്ക് നല്ല തിരക്കായിരിക്കും. കാരണം കുറച്ചധികം ചെടികൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് അയക്കുന്നതുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തേക്കായിരുന്നു സൗകര്യക്കുറവ് കാരണം. അപ്പം ഇപ്പോൾ കുറച്ചധികം ചെടികൾ മഴയൊക്കെ പെയ്തിട്ട് നല്ല ഫ്രഷായി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടു. അതിനൊക്കെ ആവശ്യക്കാരുണ്ടായി. അപ്പം ഇന്നലെ തന്നെ ഞാൻ അഡ്രസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 2021 നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിനേലൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പം നമുക്കുണ്ട്. പ്ലാന്റ് സെല്ലിംഗ് ബിസിനസ് ആർക്കൊക്കെ തുടങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ തമ്പനയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേണമെന്ന് വിചാരിക്കുന്ന ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് നിങ്ങൾ വളർത്തുന്ന ചെടികൾ കട്ട് ചെയ്ത് വെച്ചും ചെറിയ തൈകൾ വാങ്ങി നട്ട് ഫ്ലവർ ചെയ്യിപ്പിച്ചും ചെറബറാസിൻ്റെ തൈകളാണ് നമ്മൾ വാങ്ങി വളർത്തിയെടുത്തത്. അതുപോലെ തന്നെ കാണിക്കണ ഡീനിയം മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പോട്ട് ചെയ്ത് വെച്ചാണ്. അപ്പം എന്നെപ്പോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്ന പലരും വിത്ത് പാകി മുളപ്പിച്ച് തൈകൾ സെൻഡ് ചെയ്യുന്നുണ്ട്. ആ തൈകൾ തന്നെ വാങ്ങി വളർത്തി ഫ്ലവറിങ് ചെയ്യിപ്പിച്ചതിന് ശേഷം സെൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ലോലി ഓരോ വീഡിയോയിലൂടെ പറയാം. പാകി മുളപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വിത്തുകൾ പച്ചക്കറികളുടെയും അതുപോലെ പൂച്ചെടികളുടെയും അതും നമ്മൾ അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറിച്ചു വയ്ക്കാൻ പാകമായ തൈകളും നമ്മളിവിടെ നിന്ന് അയക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളർത്തിയെടുത്ത വലിയൊരു ബിസിനസ് ആക്കാവുന്ന ഒരു സംഭവമാണിത്. നേരത്തെ പറഞ്ഞ വിത്ത് അതുപോലെ തന്നെ ചെറിയ തൈകൾ പൂച്ചെടികൾ എന്തും കിട്ടുന്നതിന് നമ്മുടെ ഒരു വാട്സപ്പ് ലിങ്ക് ഉണ്ട്. അത് താഴെ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ചെയ്തോളൂ. ഓരോ വീഡിയോസും മുടങ്ങാതെ കാണുക. അത് നിങ്ങൾക്കൊരു ക്ലാസ് പോലെ തന്നെ ഉപകരിക്കും. അതിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ, അതായത് പെഡുലാന്തസ് 2 ഞാൻ ഈ ജിഫി ബാഗ് സെൽ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ. അത് ഈ പ്ലാന്റ് സെല്ലിങ് ചെയ്യുന്നവർക്ക് വളരെ ഈസിയാണ്. ഓൺലൈനിൽ സെൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അയച്ചു കൊടുക്കാൻ നല്ലതാണ്. മറ്റേത് ഞാൻ കാണിച്ചു തരാം. ഇത് 2 അവർ ഓർഡർ ചെയ്തത്, ഒരെണ്ണമാണ് നമ്മൾ ജിഫിയിൽ പിടിപ്പിച്ചത് ഉള്ളൂ. ഇതിപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുക. അപ്പം ഇതാവുമ്പോൾ നല്ല സൗകര്യമാണ് അയക്കാനൊക്കെ, ഓൺലൈനിൽ അയക്കാൻ കേട്ടോ. വളർച്ച ചിലപ്പം മണ്ണിൽ വെച്ചാലും ഈക്വൽ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ 2 ജെർബറ, പിന്നെ അഗലോണിമ ബോക്സർ അതാണ് ഒരാൾക്കുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതിൽ ഈ ചെടി സ്പ്ലീനം നിഡസ് എന്നുള്ള ഫേൺ കാസർകോട്ടേക്കാണ് അയക്കണേ. ഇതും കൂടി ഒരാൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പേയ്മെൻറ്റ് ഇട്ടിട്ടില്ല. പേയ്മെൻറ്റ് ഇട്ടില്ലെങ്കിലും നമ്മുടെ സ്ഥിരം കസ്റ്റമറൊക്കെയാണ്. പക്ഷേ അവരെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ അയക്കാണ്ട് നിൽക്കുകയാണ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് വല്ല യാത്ര പോയിട്ടുണ്ടാവും, വല്ല ആക്സിഡൻറ്റ് വന്നിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷനാവും, അവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രം നമ്മൾ പേയ്മെൻറ്റോട് കൂടി തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് അയക്കുള്ളൂ. അപ്പോൾ ഞാനത് ചട്ടിയിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് നോക്കിയപ്പോഴാണ് വന്നിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് അയക്കാത്തത്. പിന്നെ ഇതിൽ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വിഷയം കൊറിയർ ചാർജ് പറയലാണ്. അവരുടെ അടുത്ത് നമ്മൾ 70 റുപ്പീസ് കൊറിയർ ചാർജ് പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം അവർ പേ ചെയ്തു, ഓർഡറാക്കി. നമ്മൾ സെൻഡ് ചെയ്യാൻ കൊണ്ടു ചെന്നപ്പം ഒരു 30 രൂപ വ്യത്യാസം വന്നു. അപ്പം അത് നമുക്കാകെ 30 രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് അയക്കുമ്പോൾ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. അപ്പം അത് അവരോട് പറഞ്ഞ് പിന്നെ വീണ്ടും അവരെ കൊണ്ട് പൈസ അയപ്പിക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് നല്ല അറിവുണ്ടാവണം. വെയിറ്റ്, അതുപോലെ പാക്കേജിൻ്റെ സൈസ്, ഇതൊക്കെ കുറച്ച് നാളുകളെ കൊണ്ട് നമുക്ക് നല്ല തറവായിരിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും കസ്റ്റമറുമായിട്ടുള്ള ഒരു റിലേഷനിൽ കുറച്ചൊരു നെഗറ്റീവ്നെസ് വരാനും അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കാനും കാരണമാവും. അപ്പോൾ അതിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചെടികളുടെ സെല്ലിങ്ങിനായിട്ടുള്ള വാട്സപ്പ് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു.